മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും, മുസ്ലിമുകളായിട്ടല്ലാതെ മരണപ്പെടാവുന്ന സാഹചര്യങ്ങളെ ഭയപ്പെടുവാനും അകന്നു നിൽക്കുവാനും ശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ റമളാൻ അതിലെ മൂന്നാമത്തെ ജുമുഅയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അത് റമളാനാവുകയും വിശിഷ്യ 17-ാം രാവ് അല്ലെങ്കിൽ അസ്ഹാബുൽ ബദരിയീൻ റളിയല്ലാഹു അൻഹും അതിലേറ്റവും വലിയ ബദറിൻ്റെ ദിനമായി തീരുകയും ചെയ്യുന്ന ഒരു ജുമുഅ കൂടിയാണിത്. ആത്മാർപ്പണത്തിനും വിവരണാതീതമായ ത്യാഗങ്ങളും സഹിച്ചും നിറവേറ്റിയും ഈ ദീനിനെ നിലനിർത്തിയ പൂർവികരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഹാബികൾ. അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നതിനപ്പുറം വേറെ ഒരു ചിന്തയും ഉണ്ടായില്ല. വിശുദ്ധ ഖുർആൻ സൂറ അഹ്സാബ് യുദ്ധത്തെ പ്രതിപാദിച്ച വിഷയത്തിൽ പൊതുവെ സഹാബികളുടെ മനോഗതം എടുത്ത് ഉദ്ധരിച്ച ഒരായത്തുണ്ട്. വമിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി വമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീല. അപ്പം അവിടെ ധീരരും മാതൃകയുറ്റവരുമായ മഹാമനുഷ്യർ, ഒമിനൽ മുഅ്മിനീന റിജാൽ, വിശ്വാസികളിൽ ചില ആളുകൾ, അത് വലിയ മഹത്വം ഉടയവരാണ്. അള്ളാഹുവിനോട് ചെയ്ത കരാറ് പൂർത്തിയാക്കുകയും അള്ളാഹുവിൻ്റെ വാഗ്ദത്വം സത്യസന്ധമായി നിറവേറ്റുകയും ചെയ്തവരാണവർ. അവർ അവരുടെ ഓഹരി ദുനിയാവിൽ തന്നെ നിറവേറ്റി കഴിഞ്ഞുപോയി, അഥവാ ഷഹീദുകളായി, രക്തസാക്ഷിത്വം വരിച്ചു. മറ്റവശേഷിക്കുന്നവരാകട്ടെ അതിൻ്റെ സന്ദർഭം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒന്നുകിൽ ദീനിന് സ്വന്തം ജീവിതത്തെ അർപ്പിക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒമാ ബദ്ദലൂ തബ്ദീല, ഇതല്ലാതെ മൂന്നാമതൊരു വഴി അവർക്കില്ല. അങ്ങനെ ഒന്നുകിൽ ജീവിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൃപ്തി അടയുന്ന അവസ്ഥയിൽ പടച്ചവൻ പൊരുത്തപ്പെട്ട നിലയിൽ ഈ ലോകത്തോട് യാത്ര പറയുക എന്നതാണ് സത്യവിശ്വാസികളുടെ ധർമ്മമായി നിലകൊണ്ടിരുന്നത് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആട്ടി ഓടിക്കപ്പെട്ട ഒരു ജനവിഭാഗം, ആബാലവൃദ്ധം, പ്രായഭേദമന്യേ, അങ്ങനെ ഒരു വിഭാഗം അഭയാർത്ഥികളായി മദീനയിലെത്തിയതാണ്. 1 വർഷം പിന്നിടുന്നു. അവർക്ക് പ്രാഥമികമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും സമയമായില്ല. കാരണം ഒന്നും ഇല്ലാതെയാണ് അവർ പോയത്. ഹിജ്റ എന്നതിൻ്റെ ശക്തമായ, അല്ലെങ്കിൽ ഹിജ്റയുടെ പ്രാധാന്യം പറയുന്ന, അതിനപ്പുറം വേറൊരു ധർമ്മമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വചനം മക്ക ജയിച്ചടക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പ്രസ്താവിക്കുകയുണ്ടായി.
ലാ ഹിജ്റത്ത ബഅദൽ ഫത്ഹ്. ബുഖാരിയിൽ ഉദ്ധരിച്ചൊരു ഹദീസാണത്. ഈ മക്ക ജയിച്ചടക്കി, ഇവിടെ നിന്നാണ് ആട്ടി ഓടിക്കപ്പെട്ടത്. ഒന്നും എടുക്കാൻ പോലും സമ്മതിക്കാതെ വെറും കൈയോടെ സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളടക്കം ജീവൻ മാത്രം നിലനിർത്തുന്നതിന് വേണ്ടി അവർക്കാകെ ഒരു ശക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. അവർക്ക് അവരെക്കാൾ വലിപ്പവും പ്രാധാന്യവുമായി കണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫകാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് ഹിജ്റ എങ്കിൽ അവര് ചെന്ന് ചേരുന്നത് അവിടെ തന്നെയാണ്, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ ഹിജ്റ പുറപ്പെട്ടവരാണവർ. അവർക്ക് പ്രത്യേകിച്ച് ഒരു ജീവിത സൗകര്യവും വീടോ കുടുംബമോ ജീവിതമോ തൊഴിലോ പണിയോ കച്ചവടമോ ഒന്നും തന്നെ മഹാഭൂരിപക്ഷത്തിനും ഉണ്ടായില്ല. പട്ടിണിയിലും അർദ്ധപട്ടിണിയിലും ചിലപ്പോൾ മുഴുപട്ടിണിയിലുമായി ജീവിച്ചു. നമസ്കാരത്തിൽ തല ഇറങ്ങി വീണ സഹാബികളുണ്ട്, ഒന്നും കഴിക്കാത്തതിൻ്റെ പേരിൽ. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ, വിവരിച്ചാൽ കഴിയാത്ത ത്യാഗങ്ങൾ സഹിച്ചും അനുഭവിച്ചും ഉൾക്കൊണ്ടും അവർ ജീവിതം നബിയോടൊപ്പം, നബിയെ കാണുന്നു കേൾക്കുന്നു, അതിനേക്കാൾ അപ്പുറം ഒരു വിജയമില്ല. ഇനി എന്താണ് നേടാനുള്ളത്? ദുനിയാവിൽ ഇതെല്ലാം പോയാലും ഞങ്ങൾക്ക് വിരോധമില്ല, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു ആത്മധൈര്യമല്ലാതെ വേറൊന്നും ഉണ്ടായില്ല. ആ സഹാബികൾ ഹിജ്റയുടെ ഒരു വർഷം പിന്നിടുമ്പോൾ അവിടെയും നിൽക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലാണ്. സർവസന്നാഹങ്ങളോടെ തേജോവധം ചെയ്യലല്ല, ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വൻ സൈന്യവുമായി നേർക്ക് നേരെ കൺമുൻപിൽ കണ്ട ഒരു ദിവസമാണ് റമദാൻ 17. അതിന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. ഈ ഖുർആൻ ലോകത്തിന് വെളിച്ചവും പ്രകാശവുമാണ്, മനുഷ്യ മനസ്സുകളിൽ ധൈര്യമാണ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉറപ്പ് പ്രദാനം ചെയ്യുന്നു. പ്രത്യാശയുടെ ഒരു തിരുനാളമാണ് വിശുദ്ധ ഖുർആൻ. നിരാശ എന്ന ഒന്ന് ജീവിതത്തിലില്ല. നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കാറില്ല. എന്തിലും അവർ അള്ളാഹുവിൽ സമർപ്പിച്ചവരാണ്. ആ ഖുർആനിൻ്റെ അവതരണം റമദാൻ മാസമാണ്. അതൊരു ജുമുഅ ദിവസമോ തിങ്കളാഴ്ചയോ, അങ്ങനെ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ. നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ഒരു മൂന്നാമത്തെ ജുമുഅയാണ്. റമദാൻ 17നോട് ചേർന്ന് നിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ മാസത്തിന് സാക്ഷ്യം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലഖദ് അളല്ലല്ലാഹു, അള്ളാഹു വഴിതെറ്റിച്ച് കളഞ്ഞു നമ്മുടെ മൻ കാന ഖബ്ലക്കും, നമ്മുടെ മുൻഗാമികളെ. അങ്ങനെ അവർ ഞായറാഴ്ച ഈസ ബിനു മറിയം അലൈഹിസ്സലാമിന്റെ അനുചരർ ജുമുഅ നിർവഹിക്കാൻ തുടങ്ങി. എന്നാൽ ശനിയാഴ്ച യഹൂദികളും. ഞായറും ശനിയുമാണ്. നഹ്നുൽ ആഖിറൂൻ, നമ്മൾ അവസാനത്തെ ഉമ്മത്തുകളാണ്. അള്ളാഹു നമുക്ക് വെള്ളിയാഴ്ച ജുമുഅ പ്രദാനം ചെയ്തു. ആ വെള്ളിയാഴ്ചയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ എത്രയോ ഖുത്ബകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസപൂർവം അതിൽ ഉൾപ്പെടണം എന്ന നിയ്യത്തോടെ പ്രഭാതം മുതലല്ല, തലേ രാത്രി മുതൽ ഒരുങ്ങി മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂ സുമ്മ ഖറജ
നന്നായി ഉളു എടുത്തു, അവൻ നന്നായി ഉളു ചെയ്തു, എന്നിട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു. അവന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ്. അതിലെ ആദ്യ സമയത്ത് അവൻ എത്തിച്ചേർന്നു. അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലം എത്രയോ മഹത്വം നേടിയ മഹത്തരമായ സ്വതക്കയുടേതാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ജുമുഅയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രാധാന്യമുള്ള ഒരുപാട് ജീവിത ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് താങ്ങും തണലുമാവുക എന്നതാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു താങ്ങായി ലഭിക്കുക, അവർ ഉഷ്ണിക്കുമ്പോൾ നമ്മൾ തണലായി മാറണം. ആ ചുമതലയും ഉത്തരവാദിത്വവും മുസ്ലിം ഉമ്മത്തിനെ ചുമതലപ്പെടുത്തിയ ഒരു സമയമാണിത്. വല്ലദീന കദ്ദബൂ ബിആയാതിന വസ്തക്ബറൂ അൻഹാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. സൂറ അഅറാഫിലെ ഒരായത്താണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക, അഹങ്കരിക്കുക, ഞാൻ എന്ന, എൻ്റെ എന്ന, അപ്പൊ എൻ്റെ ശേഷിയും കഴിവും തൻ്റെ ഇടവും ഞാൻ എന്ന എന്തോ ഒരു വലിയ അപാരതയാണ് എന്ന തോന്നലോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഇസ്തിക്ബാറാണ്, കിബറാണ്. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അവർ നരകവാസികളാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുക, കിബർ നടിച്ചും ഭാവിച്ചും പ്രകടിപ്പിച്ചും ജീവിക്കുക മനുഷ്യരുടെ ഇടയിൽ. അത്തരം ആളുകളുടെ വാസസ്ഥലത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. സൂറ സുമർ, അലൈസ ഫീ ജഹന്നമ അലൈസ ഫീ ജഹന്നമ മസുവൻ ലിൽ മുതകബ്ബിരീൻ. അഹങ്കാരികളായ ആളുകൾക്ക് നരകത്തിലല്ലേ അവരുടെ വാസസ്ഥലം എന്ന് ഖുർആൻ ഗൗരവപൂർവം പ്രഖ്യാപിച്ചതാണ്. അഹങ്കാരം, അതിനൊരു നിദാനമുണ്ട്. എന്താ അങ്ങനെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാകാൻ കാരണം? അഹങ്കാരത്തിന്റെ അടിസ്ഥാനപരമായ കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അളവില്ലാതെ ലഭിക്കുക എന്നതാണ്. കാഴ്ചയും കേൾവിയും ചിന്തയും ശക്തിയും ആരോഗ്യവും സമ്പത്തിന്റെ വർധനവുകൾ, കുടുംബത്തിന്റെ കഴിവും ശക്തിയും, കുടുംബാംഗങ്ങൾ, അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഞാനോ അല്ലെങ്കിൽ ഞങ്ങളോ ഒക്കെ എന്തെല്ലാമോ ആണ് എന്നൊരു തോന്നൽ വരും. ഇതൊന്നും വേണ്ടത്ര ഇല്ലാത്തവരെ കാണുമ്പോഴും നമുക്ക് പുച്ഛം തോന്നും. അവർ നമ്മളെക്കാൾ താഴെ പടിയിലാണെന്ന് നമുക്ക് തോന്നും. അത്തരം ചിന്താഗതികളിൽ നിന്നാണ് ഈ അഹങ്കാരവും അഹന്തയും രൂപപ്പെടുക. മറ്റുള്ളവരെ നിസ്സാരവൽക്കരിച്ച് കാണുന്നു എന്നർത്ഥം. മഹ്ശറയിൽ വിശുദ്ധ ഖുർആൻ മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരായത്തുണ്ട്. മഹ്ശറയിൽ എത്തിച്ചേരുന്ന ആളുകളെ സംബന്ധിച്ച്, മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. സൂറത്തുൽ മുദ്ദസിറിലെ ആയത്താണ്. അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾ സക്കർ എന്ന നരകത്തിൽ ആപതിക്കാനുണ്ടായ കാരണം? നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ല, നല്ലവരായിട്ടാണ്. അപ്പൊ അവർ മറുപടി പറയും. അപ്പോഴാണ് അവരെ വെളിപ്പെടുത്തുന്നത്. എന്താണ് ഇങ്ങനെ പരലോകത്ത് പരാജയമുണ്ടായത്?
ഈ ജീവിതകാലം മുഴുവനും പടച്ചവൻ ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്, എഴുതിയാൽ തീരാത്തതാണ്. വയിൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ഫലാ തുഹ്സൂഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സദാ പടച്ചവൻ ഔദാര്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പടച്ചവന്റെ ഔദാര്യം എത്രയെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിപ്തപ്പെടുത്താൻ പോലും കഴിയാത്തത്ര വലുതാണ്. അത്ര വലിയ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുകയാണ്. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഉണ്ടായത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പിഴവ്, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ ഉദ്ധരിച്ചൊരു ഹദീസ്, അത് ഇബ്നു മാജയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് നമസ്കാരമാണ്. എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് നമസ്കാരമാണ്. അതിലൊരു ജാഗ്രത ഉണ്ടാവില്ല. അവരിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് വിശ്വസ്തതയാണ്, അമാനത്ത്. ആകാശഭൂമികളോടും അവന്റെ സൃഷ്ടജാലങ്ങളോടും ഏറ്റെടുക്കാൻ കൽപ്പിച്ചപ്പോൾ فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വിശ്വാസവും വിശ്വസ്തതയും അത് അവരിൽ നിന്ന് ഉയർത്തപ്പെടുകയാണ്. അത് വളരെ പ്രസിദ്ധമായ ബുഖാരി സഹിതം ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. അങ്ങനെ ഉയർത്തപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് റമദാനിൽ നമ്മൾ സ്വയം അതിനോട് ചേർന്ന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം തിരിയുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സയഅ്തി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മേലൊരു കാലം വരും, ലാ യബ്ഖാ ലിൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാം അത് നാമത്തിൽ ഒതുങ്ങും. ഇസ്ലാമിന്റെ ചുമതലയും ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവര് ഖലീഫയാണെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണ് നിങ്ങൾ. അത് സ്വയം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിർവഹിക്കേണ്ട ചുമതലകൾ സ്വയം മനസ്സിലാക്കി ഏറ്റെടുത്ത് നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതില്ലാതെ വന്നാൽ ഖലീഫയാവുന്നതിൽ എന്താ അർത്ഥം? പേര് മാത്രമല്ലേ ഉണ്ടാവൂ, ഇസ്ലാമിന്റെ ഗുണവും മണവും ഉണ്ടാവില്ല എന്നർത്ഥം. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ അവശേഷിക്കുന്നത് ലിപികൾ മാത്രമായിരിക്കും. ഖുർആൻ തന്നെ ഇല്ലാതാവുന്നതാണ്. ഖുർആനിലെ ലിപികൾ മാത്രമാണ് അവശേഷിക്കുക, അതിൻ്റെ അക്ഷരങ്ങൾ. അക്കാലഘട്ടത്തിൽ ആകാശത്തിന് കീഴെ ഏറ്റവും ദുഷിച്ചവർ പണ്ഡിതന്മാരാണ്. അവരെയാണ് നിങ്ങൾ ആശ്രയിക്കുക. അവർ നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. അവരും വഴിതെറ്റിയവരാണ്. ഒരുപാട് പറയാനും മാത്രമുള്ളൊരു വചനാണത്. അത്ര പ്രസിദ്ധമാണ്, സർവാംഗീകൃതമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചവരാണ്. ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായില്ല. സൂറത്തു മറിയം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത്, തലമുറകൾ മാറി വരുമ്പോൾ, നമ്മുടെ ഈ തലമുറ എന്ന് വെച്ചോ, നമസ്കാരം പാഴാക്കും. വത്തബഉ ശഹവാത്ത്, അവരുടെ ഇച്ഛകളെ അവർ പിന്തുടരും. അവരുടെ മനസ്സിൽ ഓരോന്ന് വരും, ഓരോ ആഗ്രഹങ്ങൾ വരും. നമുക്കതിനേക്കാൾ എളുപ്പം പറയാവുന്നത്, നമുക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം വരും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വരും, അല്ലെങ്കിൽ ചാറ്റിൽ വരും, അല്ലെങ്കിൽ ഫോൺ കോളിൽ വരും. അപ്പൊ ഈ ദുനിയാവിന്റെ അപ്പുറമാണ് അതിനൊക്കെ ഉള്ള സ്ഥാനം. പിന്നെ അവര് സമയമില്ലാത്തവരില്ല, അവർക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഹയ്യാല സ്വലാത്ത് കേട്ടാൽ അതിനൊന്നും സമയം ഉണ്ടാവില്ല. ഹയ്യാലൽ ഫലാഹ് കേൾക്കുമ്പോഴും യാതൊരുവിധ ഗൗരവവും അതിലേക്ക് ഉണ്ടാവില്ല.
സൂറത്ത് മറിയമിൽ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത് വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യ. ഗയ്യ് എന്ന നരകത്തിലാണ് അവർ പതിക്കുക പിന്നീട്. അപ്പൊ നമസ്കരിക്കാറുണ്ടായില്ല. നമസ്കരിക്കുന്നത് തന്നെ സൂറത്തുൽ മാഊൻ അല്ലദീന യുറാഊൻ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഫവൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. എല്ലാം പ്രകടനപരതയാണ്. നാലാള് കാണണം, അവര് നല്ലത് പറയണം, അതിനു വേണ്ടിയാണ്. മഹ്ശറയിലെ ഹിസാബ് ഖുർആൻ ഓതുന്നവരും പഠിക്കുന്നവരുമായ ആളുകൾ ഹാജരാക്കും. അള്ളാഹു ചോദിക്കും, എന്താണ് ചെയ്തത്? ഞാൻ നിന്റെ കലാം വളരെ ഭംഗിയായി മനപ്പാടാക്കി, അത് ഓതി. അപ്പൊ മലക്കുകൾ പറയും, ഇവൻ പറയുന്നത് നുണയാണ്. ജനങ്ങൾ കേൾക്കാനും ജനങ്ങളെ കാണിക്കാനുമാണ് അത് ചെയ്തത്. അതാണ് അവരുടെ പരാജയത്തിന്റെ കാരണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ലക്ഷ്യം മാറിപ്പോയി. ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മിസ്കീൻ. അഗതികൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല, ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നില്ല. അത്അമ എന്ന ഫിഇലാണ് ഇവിടെ. ഭക്ഷണം ഭക്ഷിപ്പിക്കുകയാണ്. അങ്ങനെ അവരോട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കലാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും സുബഹിയുടെ രണ്ടാമത്തെ റക്അത്തിൽ കേൾക്കുന്ന ഒരായത്തുണ്ട്. അത് സജദയും സൂറത്തുൽ ഇൻസാനും ഓതുന്ന പള്ളികളിൽ. അതും മുഴുവൻ ഓതാൻ കഴിയില്ല. കാരണം നമ്മളെല്ലാവരും പല ആവശ്യമുള്ളവരും പോയി കിടന്ന് ഉറങ്ങാനുള്ളവരും ആയതുകൊണ്ട് എന്തിനാ ഇത്ര ഓതുന്നതാണ് പിന്നെ ചോദിക്കുന്നത്. പകുതിയപ്പോൾ ഓതണുള്ളൂ നമ്മൾ ഇവിടെ ഈ പള്ളിയിൽ. പക്ഷെ അതിനകത്ത് നമ്മൾ കേൾക്കുന്നു, ഞാൻ സൂചിപ്പിച്ചത് അത് ആ സൂറത്ത് മുഴുവനും അതാം. ആകെ 2 മിനിറ്റോടെയും കൂടുതൽ നിന്നാൽ മതി. അങ്ങനെ ഒരു സഹനതയൊന്നും സുബഹിക്ക് പോലും ഇല്ല. നേരം വെളുത്ത് എഴുന്നേറ്റുള്ളൂ. ഇതിനേക്കാൾ വലിയ പ്രശ്നമുള്ള സമയം ഏതാ ഉള്ളത്? ആരോഗ്യം. നമ്മളാണ് ഉച്ചയ്ക്ക് ഇരുന്നിട്ട് അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വം പറയുക. ഞാൻ അങ്ങോട്ട് വരികയല്ല. അപ്പൊ ആ സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞല്ലോ, വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി. അവര് ഭക്ഷിപ്പിക്കുക ചെയ്തത്. അവർക്കാണെങ്കിൽ അതിനോടുള്ള കൊതി വളരെ വലുതാണ്. ആ ഭക്ഷണം മുൻപിൽ ഇരിക്കുമ്പോൾ അത് അവർക്ക് തിന്നണമെന്നാണ്. അത്ര ആർത്തി ഉണ്ട് ആ ഭക്ഷണത്തോട് അവർക്ക്. കാരണം അവര് പട്ടിണി കിടക്കുകയാണ്. എന്നിട്ടും അവരാ ഭക്ഷണം ഭക്ഷിപ്പിക്കുകയാണ്. മിസ്കീനിന്, അഗതികൾക്ക്, അനാഥർക്ക്. സൂറത്തുൽ ബഖറയിൽ അത് അനാഥർ കേവലം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ല. ഫഇൻ ഖാലത്തൂഹും, ആ അനാഥരെ നിങ്ങളോട് കലർത്തിയാൽ, നിങ്ങൾ ഒരുമിച്ചാണ് കഴിയുന്നതെങ്കിൽ, ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളായി അവർ. 2 തരത്തിലാ അപ്പൊ കൂലിന്ന്. പ്രതിഫലം 2 ഇരട്ടിയാവുകയാണ് അവിടെ. അപ്പൊ അങ്ങനെ ഭക്ഷണം ഭക്ഷിപ്പിക്കുമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറുണ്ടായില്ല, ഇല്ലാഞ്ഞിട്ടല്ല. ഖുർആൻ ഗൗരവമായൊരു താക്കീത് നൽകി. പടച്ചവൻ നൽകിയ അനുഗ്രഹം കുന്നോളം ഉണ്ട്. പക്ഷേ ഇന്നല്ലദീന യബ്ഖലൂൻ, ബുഖ്ല് കാണിക്കുന്നവർ, ലുബ്ദ്, പിശുക്ക് എന്ന് പറഞ്ഞാലും ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. എപ്പോ നോക്കിയാലും ദാരിദ്ര്യമാണ്. 10 തലമുറയ്ക്ക് തിന്നാനുള്ളതോ ജീവിക്കാനുള്ളതോ അവന്റെ കൂടെ ഉണ്ട്, പക്ഷെ എപ്പോഴും ഇല്ല എന്ന് പറയും. ഇങ്ങനെ ബഖീലായ ആളുകൾ സയുത്തവ്വഖൂൻ, ഖുർആൻ ഉപയോഗിച്ച വാചകം അതാണ്. അവന് മഹ്ശറയിൽ അവന്റെ കഴുത്തിൽ കണ്ടാഭരണം ചാർത്തും. കഴുത്തിൽ നരകാഗ്നി കൊണ്ടുള്ളത്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അതിനേക്കാൾ വലിയ പരിഹാസവും നിന്ദ്യതയും വേറെ എന്താണുള്ളത്? എന്നിട്ട് ഖുർആൻ വീണ്ടും പറഞ്ഞു, നീ അത് ബുഖ്ല്, ഈ ലുബ്ദ് കാണിക്കുന്നത്, ലാ തദ്ഖുലിൽ ജന്ന സലാസുൻ, 3 തരം ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല. ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസ്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ അറിയിച്ചത്, ഖബ്ബുൻ വലാ മന്നാനുൻ വലാ ബഖീലുൻ.
മൂന്ന് തരം ആളുകളാണ്. സ്വർഗം തന്നെ തടയപ്പെടുന്ന മൂന്ന് തരം ആളുകളിൽ ഒന്ന് ഹബ്ബാണ്, വഞ്ചകൻ. നേരത്തെ വിശ്വസ്തതയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ്. വഞ്ചകൻ. നമുക്ക് പോലും ഇന്ന് ആരെയും വിശ്വാസമില്ല. അങ്ങനെ ഒരുമിച്ചൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല, ഒരുമിച്ചൊരു പ്രവർത്തനവും നടക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിലെ ഏറ്റവും വലിയ ജിഹാദ് ദഅവത്താണ്. ദഅവത്തിനെ കുറിച്ച് സയ്യിദ് സാബിക്ക് ഫിഖ് സുന്നയിലും യൂസുഫുൽ കർലാവി മർഹൂം ഫിഖ് സക്കാത്തിലും സക്കാത്തിന്റെ ഫീ സബീലില്ലയുടെ അർത്ഥം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ദഅവത്തിനുള്ള ആളുകൾക്കാണ്. അപ്പൊ അതില് മദ്രസാധ്യാപകരും ഇമാമുമാരും മുത്തഅല്ലിമീങ്ങളും വരും. അവർക്കാണത് കൊടുക്കേണ്ടത് എന്ന് സമർത്ഥിച്ചവരാണ് ആ കിതാബുകളൊക്കെ. ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഭക്ഷണം നൽകുന്നതോടൊപ്പം വലം നകുൻ നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ, ഞങ്ങൾ ഇങ്ങനെ ഈ ഒഴുക്കിനൊത്ത് ഇങ്ങനെ ഒഴുകിപ്പോയി. ഇതിനേക്കാൾ വലിയ ആഡംബരവും ജീവിതവും സൗകര്യവും ഒക്കെ തന്നിട്ട് അതെല്ലാം ഇങ്ങനെ വേണ്ടുവോളം ഉപയോഗിച്ച് അങ്ങോട്ട് പോവുകയാണ്. അതിലപ്പുറം വേറൊരു ഉത്തരവാദിത്വം ഇല്ല. ആളുകളുണ്ടെന്നോ കുടുംബാദികളുണ്ടെന്നോ അയൽവാസികളുണ്ടെന്നോ ഒന്നുമല്ല. പിന്നെ അതിനകത്തൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ രക്തബന്ധുക്കൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഇവരൊന്നും സക്കാത്തിന്റെ ഓഹരി 8 എണ്ണം പറഞ്ഞപ്പോൾ അതിനകത്തില്ല. വെറുതെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ഖുർആൻ പഠിക്കുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. 2000 കൂടുതലൊന്നും ഒരു ദിവസം പഠിക്കാൻ ഒരാൾക്ക് കഴിയില്ല ഖുർആൻ ഓതുകയാണെങ്കിൽ നേരെ ഇവന്. പിന്നെ വേണേ 100-200 വട്ടം വേണേ ഈ ഖുർആൻ ഓതാട്ടെ, എനിക്കത് കഴിയാത്തതാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഇവരെ ആരെയും സക്കാത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. സക്കാത്തിന്റെ ഓഹരി പറഞ്ഞപ്പോൾ ഇവരെ ഒന്നും അല്ല. കാരണം ഇത് സക്കാത്ത് ഏതെങ്കിലും ഒരു സീസണൽ സമയത്ത് എടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സക്കാത്ത് ഒരിക്കലേ ഉള്ളൂ, അല്ലാത്തത് വർഷത്തിലൊന്നേ ഉള്ളൂ. ഈ പറയപ്പെടുന്ന ആളുകൾ 365 ദിവസം ഇവിടെ ജീവിക്കണം, ആവശ്യങ്ങൾ നിറവേറ്റണം, രോഗങ്ങൾ ചികിത്സിക്കപ്പെടണം, വിദ്യാഭ്യാസം നൽകപ്പെടണം, വിവാഹം നടക്കപ്പെടണം, ഇതൊക്കെ പലതും. അതിനെന്ത് ചെയ്യണം? സക്കാത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നാൽ പോരാ, അവരെ നേർക്ക് നേരെ ഫർളായ സദക്കയുടെ അവകാശികളാക്കി ഖുർആൻ പ്രഖ്യാപിച്ചു. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫഹാനിയുടെ ഹില്യത്തുൽ ഔലിയായിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ആഫ്രിക്കയിലെ ഗവർണർ എഴുതിയ ഒരു കത്തുദ്ധരിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഗവർണർ അന്നാ എഴുതിയത്, 5ാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഞാൻ സക്കാത്തിന്റെ 1ാമത്തെ ഓഹരിക്കാരെ നോക്കി, ഇവിടെ ആരുമില്ല, ഫക്കീറില്ല. എങ്കിൽ മിസ്കീനിന് കൊടുക്കാമെന്ന് ഓർത്തു, അതുമില്ല. അപ്പൊ ഉമർ അതിന് മറുപടി പറഞ്ഞു, ഇതിന്റെ അവകാശികൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷി മൃഗാദികളുണ്ട്, അതിന്റെ ഭക്ഷണത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക, വിവാഹത്തിന് വേണ്ട മുഴുവൻ സൗകര്യവും ചെയ്തു കൊടുക്കുക. വിവാഹത്തിന് നമ്മളിപ്പോ ഒരു കല്യാണം ഉണ്ട്, മോളെ കെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും ഇസ്ലാമിൽ കാശ് ചെലവില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് പരിഹസിച്ച് തള്ളിവിടുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഇപ്പൊ ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച്. ഈ വന്നവരോ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എന്നാലും അപ്പൊ നമ്മൾ അവരെ ദീൻ പഠിപ്പിക്കുമോ? സ്ത്രീയെ പെണ്ണിനെ കെട്ടിക്കാൻ എന്തിനാ കാശ്? മനസ്സിലായോ? നമ്മളൊരു കല്യാണത്തിന് 7 ദിവസം ഭക്ഷണം നടത്തിയിട്ട് പോരാഞ്ഞിട്ട് പിറ്റത്തെ മാസവും അതിന്റെ പിറ്റത്തെ മാസവും 5ാമത്തെ മാസം മുതൽ വീണ്ടും തുടങ്ങും നമ്മൾ. മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അത്ര ധിക്കാരപരമായി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അഹങ്കാരം പ്രകടിപ്പിക്കാനില്ല. അപ്പൊ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 5ാമത്തെ ഖലീഫയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒഴുകി ജീവിച്ചവരാണ്. യൗമുദ്ദീനിനെ ഞങ്ങൾക്ക് വേണ്ടതുപോലെ വിശ്വാസം ഉണ്ടായില്ല, ഞങ്ങൾ കളവാക്കിയവരാണ്. ഇത് 17 വട്ടം നമ്മളിങ്ങനെ പറയുകയാണ്, മാലിക് യൗമിദ്ദീൻ. അത് നെഞ്ചിന്റെ മുകളിൽ കൈവച്ചിട്ടാ. ഇപ്പൊ നെഞ്ചിൽ ആരും കൈവയ്ക്കാറില്ല. അപ്പൊ ശരിയായിട്ട് പറയണമല്ലോ, ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. നെഞ്ചത്ത് കൈവച്ചാ വയറിന്റെ മുകളിലായ എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നവും ഇസ്ലാമിന്റെ പ്രശ്നവും ഞങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യ വിഷയവും വയറാണെന്ന് വരൂലേ?
ക്ഷമിക്കുക നിങ്ങൾ എന്നോട്. ഒരു ഒരു ഹദീതെങ്കിലും ജീവിതത്തിൽ റമദാൻ വന്നിട്ടൊരു സുന്നത്ത് പിന്തുടരാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ആകെ ഒരു ഹദീദേ ആ വിഷയത്തിലുള്ളൂ. അതെന്താ ഇത്ര വലിയ പാട്? ഞങ്ങൾ പരമ്പരാഗതമായിട്ട് സുന്നിയാണ്, ഷാഫിയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ചെയ്യണത്. ഇമാം ഷാഫി അലൈഹി റഹ്മ പഠിപ്പിച്ച അതല്ലേ നൂറുൽ അബ്സാർ. അവൻ നെയ്യത്ത് ചെയ്യണം, എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? അവന്റെ സുമ്മ യർഫഉ യദൈഹി ഇലാ മൻകിബൈഹി. നൂറുൽ അബ്സാറിലെ ഇബാറത്തതാണ്. അവന്റെ രണ്ട് ചെവിയുടെ തൊട്ട് താഴെ വരെയും ചുമലിന്റെ നേരെ ഉയർത്തണം. സുമ്മ യുഹ്വീഹിമ, പിന്നീട് അവൻ ആ രണ്ട് കൈയും താഴ്ത്തണം. എന്നിട്ട് ഇലാ സദിരിഹി, അവനവന്റെ നെഞ്ചിലേക്കാണ് ചാർത്തേണ്ടത്. അപ്പൊ പിന്നീട് 10 കിതാബ് പൊന്നാണിയിൽ അടിച്ചപ്പോഴ് തഹത്ത സദിരിഹി ഫൗക സുർറത്തി എന്നാക്കി. ആ ഇബാറത്ത് തന്നെയാണ് മാറ്റി. ഭരണഘടന മാറ്റുന്ന ലോകത്ത് ജീവിക്കുന്ന നമ്മളാണെന്ന് ഓർക്കണം കേട്ടോ. പിന്നെയാണ് നൂറുൽ അബ്സാറിന്റെ ഇബാറത്ത്. ഞാനിത് സൂചിപ്പിച്ചത് നമുക്കിത് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ചെയ്യൂല. ഞങ്ങൾക്ക് അങ്ങനെ സുന്നത്തും വേണ്ട. മഹ്ശറയിൽ ചെല്ലുമ്പോൾ ഇബ്നു ഹസം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിർബന്ധമായ പലതും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. തൽസ്ഥാനത്ത് മഹ്ശറയിൽ നമുക്ക് രക്ഷയാകുന്നത് സുന്നത്ത് മാത്രമേ ഉള്ളൂ. അതാണ് മീസാനിൽ ഖനം തൂങ്ങുന്നത്. ഫർദ് നമസ്കാരം ഖളാ എന്ത് ചെയ്യണമെന്നുള്ള ചർച്ചയിൽ മുഴുവൻ ഇമാമുകളെയും പിടിച്ചു കുലുക്കിയാണ് ഇമാം ഇബ്നു ഹസം ആ ചർച്ച നടത്തുന്നത്. എന്നിട്ടാണ് അത് അവസാനിപ്പിക്കുന്ന വാക്കിതാണ്. അപ്പൊ സുന്നത്തിന് വലിയ സ്ഥാനമുണ്ട്. എത്ര വട്ടം നമ്മൾ അറിഞ്ഞതാണ്. അത് സഹാബികളെല്ലാം കാണാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ മുകളിൽ കയറി നിന്നിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നിട്ട് ഒളു എടുത്ത് കാണിച്ചിട്ട് അദ്ദേഹം ഒളു എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് റസൂലുള്ള ഒളു എടുക്കാൻ പഠിപ്പിച്ചത്, അങ്ങനെയാണ് ഒളു എടുക്കേണ്ടതെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. ഇത് കാണാത്ത ഒരു സഹാബിയില്ല, ലോകത്ത് മുസ്ലിമീങ്ങൾ ആരുമില്ല. അവരെന്താ ചെയ്തത് മതിയോ പോരെയോ എന്നുള്ളതല്ല, നബി എന്താ ചെയ്തതെന്ന് അവരന്വേഷിച്ചത്. അപ്പൊ ഒളു എടുത്തപ്പോ മുൻകൈ കഴുകി, വായിലും മൂക്കിലും വെള്ളം കൊണ്ടു, മുഖം കഴുകി, ചെവി തടകി, തല തടകുകയാണ്. അപ്പൊ തടകുക എന്ന പേര് വന്നാൽ പോരെ, അതിനിങ്ങനെ ഒന്ന് കാണിച്ചാൽ പോരെ എന്നാണ്. ഇവിടെ ഒളു എടുക്കുന്നതിൽ 80% പേരും അങ്ങനെയാണ്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഒരു വിരലിങ്ങനെ കാണിക്കും, ആ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തൂക്കും. തടകിയാ പോരെ. ഞങ്ങൾ തടകിയില്ലോ. തർക്കശാസ്ത്രത്തിൽ സംവാദം നടത്താനുള്ള സ്ഥലമാണ് ഒളു. അത് ഉസ്മാൻ പഠിപ്പിച്ചു. നബി അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എങ്ങനെ? 2 കൈയിലും വെള്ളം എടുത്ത് കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് 2 കൈയും ഇങ്ങനെ പിടിച്ചിട്ട് നെറ്റിയിൽ തള്ളവിരൽ വയ്ക്കും. ഈ 2 കൈയുടെയും ചൂണ്ടാലി വിരൽ ചേർത്ത് പിടിക്കും. എന്നിട്ട് പുറകോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ആ കൈ മുന്നോട്ട് കൊണ്ടുവരും. അതേ കൈ കൊണ്ട് ചെവി തുടങ്ങും. നിങ്ങൾക്കിപ്പോ പൂർണ്ണ സുന്നത്ത് കിട്ടി, ഫർളിൽ ലഭിച്ചു. എന്താ എന്നിട്ട് നമുക്ക് ഇത്ര വിഷമം? ഞാൻ ആ വാക്കിലേക്ക് വരികയല്ല. അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നു. ഞങ്ങൾക്കിപ്പോ ഒരേ പരമ്പരാഗത രീതിയുണ്ട്. അതിൽ ഇസ്ലാം ഒന്നും വിഷയമല്ല. ഇസ്ലാം പേര് മാത്രം മതി. ഖുർആനിലെ ഈ ഹർഫ് മാത്രം മതി. ഞങ്ങൾക്ക് ഓതിയാ മതിയല്ലോ, പഠിക്കുകയും വേണ്ടല്ലോ. നബി പറഞ്ഞത് അങ്ങനെയല്ലേ? ഹത്താ അത്താനൽ യഖീൻ, മരണം വരുന്നതുവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു മാറ്റവും ഉണ്ടായില്ല. ഫൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ പകരമായി, ഇതിന്റെ പ്രതിഫലമായി നൽകപ്പെടുന്ന ഒരു ദിവസം. ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, സൂറത്ത് അഹ്ഖാഫ്. നിങ്ങൾ ഭൂമിയിൽ അഹങ്കരിച്ച് ധിക്കാരികളായി നടന്നതിന് ഇതല്ലാതെ വേറെ ശിക്ഷയൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു സന്ദർഭമാണ് ഖുർആൻ പഠിക്കാൻ, സഹാബികളെ ഓർക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും പകർത്താനും, നമ്മുടെ ധർമ്മം എന്തോ അത് ചെയ്യാൻ, നമ്മോടൊപ്പം കഴിയുന്ന അയൽവാസികൾ, കുടുംബാദികൾ, ബന്ധുക്കൾ, മിത്രാദികൾ, അവരെയെല്ലാം കാണാനും കേൾക്കാനും, അവരെ ചേർത്ത് അവരോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാനും കഴിയണം എന്നതാണ് ഇസ്ലാമികമായ ഏറ്റവും വലിയ താല്പര്യം. അത് നിറവേറ്റിയാൽ മുസ്ലിമുകൾ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളവരായി വരും. അതാണ് ഈ റമദാൻ നമ്മോട് തേടുന്നതും ആവശ്യപ്പെടുന്നതും. മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.